ഇത് നമുക്ക് മധുരസേവ ഉണ്ടാക്കുന്നതിന് നോക്കാം. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. മധുരസേവ ഉണ്ടാക്കുന്നത് കടലപ്പൊടിയും കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2.5 കപ്പ് കടലപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഉപ്പും പൊടിയും ചേർത്തിട്ട് ഇത് നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കണ പോലെ കുഴച്ചെടുക്കും. അത് കഴിഞ്ഞിട്ട് ഇത് സേവനാഴിയിലിട്ടിട്ട് തിരിപ്പിച്ചിട്ട് വറുത്തെടുക്കും. സേവനാഴിയിലിട്ടിട്ട് തിരിപ്പിക്കുമ്പോൾ ഇതേപോലത്തെ കുറച്ച് വലിയ ഓട്ടയുള്ള അച്ച് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. നൂലപ്പത്തിൻ്റെ ആ ചെറിയ ഓട്ടയുള്ള അച്ച് പറ്റില്ല, അതിലും കുറച്ചും കൂടി വലിയ ഓട്ടയുള്ള അച്ചുണ്ടാവും. അതിൻ്റെ ഈ മധുരസേവ വറുത്ത് നിർത്തി കഴിഞ്ഞിട്ടാണ് ഇത് നമ്മൾ വിളയിച്ചെടുക്കുന്നത്. വിളയിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. 1.5 കപ്പ് പഞ്ചസാരയ്ക്ക് 3/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് പഞ്ചസാര പാനിയാക്കണം. പഞ്ചസാര പാനിയാക്കുമ്പോൾ ഇതൊരു നൂൽപ്പരുവാവണം. ആ നൂൽപ്പരുവായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ വറുത്ത് വെച്ചേക്കണ മധുരസേവയിലേക്ക് ഇട്ടിട്ട് ഇത് നമ്മൾ മിക്സ് ചെയ്തെടുക്കും. അപ്പം നമുക്ക് നോക്കാം ഇതെങ്കിലും മധുരസേവയാക്കാന്ന്. ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയൊരു പാത്രം എടുക്കുക. ഇതിലേക്ക് 2.5 കപ്പ് കടലപ്പൊടി ചേർക്കുക. ഇതിലേക്ക് ഉപ്പ് ചേർക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ നല്ല ഉപ്പ് വേണ്ട, കാരണം നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കണേൻ്റെ ഒരു പകുതി ഉപ്പ് ചേർത്താൽ മതി. കാരണം ഇത് നമ്മൾ പഞ്ചസാരയിലിട്ട് വിളയിച്ചെടുക്കുന്നതാണ്. അപ്പോൾ ഉപ്പിൻ്റെ ടേസ്റ്റ് കൂടി നിൽക്കണ്ട. നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് കുഴച്ചെടുക്കുക. ആദ്യം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക. നിങ്ങൾ കുഴച്ചെടുക്കുമ്പോൾ കൈമ ഒട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിലും കൂടിയും ചേർത്ത് കൊടുത്തു. അപ്പോൾ കൈമ ഒട്ടി പിടിക്കാണ്ട് അത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ പൊടി ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് സേവനാഴിയിലിട്ടിട്ട് ഇത് വറുത്തെടുക്കാൻ പോണതിന് മുമ്പ് ഇതൊന്ന് തിരിപ്പിച്ച് നോക്കാം. അപ്പോൾ ഇതിൻ്റെ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായാൽ മാത്രമേ ഇത് ശരിക്കും നല്ല നൂല് പോലെ വീഴുള്ളൂ. ഇതിനകത്തുനിന്ന് ഒരു ചെറിയൊരു ബോളാക്കിയിട്ട് സേവനാഴിയിലിട്ടിട്ടൊന്ന് തിരിപ്പിക്കുക. തിരിപ്പിച്ച് നോക്കാം. ഇതേപോലെ വീഴുമ്പോൾ ഇതേപോലെ ഇങ്ങനെ വിടാണ്ട് ഇങ്ങനെ നൂല് പോലെ വീഴണം. ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് പാകമാണ്. ഇത് നമുക്ക് ചൂടായ ഓയിലിട്ടിട്ട് വറുത്തെടുക്കുക. വറുത്തെടുക്കാനുള്ള ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടാവണം. ഇത് നമുക്ക് സേവനാഴിയിലിട്ടിട്ട് തിരിപ്പിച്ച് ഇതിലേക്കിടാം. ഇതൊരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞ് കഴിഞ്ഞിട്ട് വേണം മറ്റേ സൈഡ് തിരിപ്പിച്ചിടാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇത് മൊരിയുന്നതിന് മുമ്പ് തിരിപ്പിച്ചിട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഷേപ്പ് പോകും. അതിലിട്ടിട്ട് ഓരോ പ്രാവശ്യം തിരിപ്പിച്ച് നമ്മൾ സേവനാഴി എടുത്ത് മാറ്റി വെച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ കുറച്ചിങ്ങനെ വന്ന് നിൽക്കുന്നുണ്ടാവും. അതെടുത്ത് മാറ്റിയിട്ട് വേണം രണ്ടാമതും തിരിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇത് ഏറ്റവും ലാസ്റ്റ് രണ്ടാമതും സേവനാഴിയിലേക്ക് ഇട്ടിട്ട് തിരിപ്പിച്ചിട്ട് എടുക്കുക. അല്ലെങ്കിൽ ഈ ഏറ്റവും ആദ്യം വീഴുന്നത് ശരിക്കും വീഴില്ല. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഞാനും വറുത്തെടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് വലിയൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഇത് കുറച്ച് ചെറുതായിട്ടൊന്ന് ഒടിച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ട് കുറച്ച് വലിയൊരു പാത്രം എടുക്കുക. ഇതൊന്ന് ഒടിച്ചെടുക്കുക. നിങ്ങൾ അച്ചെടുക്കുമ്പോൾ സേവനാഴിയിൽ വലിയ ഓട്ടയുള്ള അച്ച ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എടുക്കുക. ഇതിലും കുറച്ചും കൂടി വലിയ ഓട്ടയുള്ള അച്ചാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഇപ്പോൾ
മധുരസേവ വിളയിച്ചെടുക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് വിളയിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പഞ്ചസാര പാനി ഉണ്ടാക്കാം. എടുത്തേക്കണ കടലപ്പൊടി ലഡു ബേസനാണ് എടുത്തേക്കുന്നത്. അത് കടയിൽ നിന്ന് 2 ടൈപ്പ് കടലപ്പൊടി വാങ്ങാൻ വേണ്ടി കിട്ടും. സാധാരണ പ്ലെയിൻ ആയിട്ടുള്ള കടലപ്പൊടിയും കിട്ടും. ഇതേപോലത്തെ ലഡുവിനായിട്ട് വരുന്ന ലഡു ബേസൻ എന്ന് പറഞ്ഞ കടലപ്പൊടിയും വാങ്ങാൻ വേണ്ടി കിട്ടും. ഇങ്ങനത്തെ കടലപ്പൊടി ഉണ്ടെങ്കിൽ ഈ കടലപ്പൊടി എടുക്കുക. ഈ ലഡുവിൻ്റെ ഈ ബേസൻ കടലപ്പൊടിയാണ് മറ്റേ സാധാരണ കടലപ്പൊടിയേക്കാളും കുറച്ചും കൂടി നല്ലത്. സാധാരണ കടലപ്പൊടി ഭയങ്കര സ്മൂത്തായിട്ടിരിക്കും. ഇതിനകത്ത് ചെറുതായിട്ട് ഇങ്ങനെ ഒരു തരി പോലെ കാണാം. ഇതാണ് നമുക്ക് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി എളുപ്പവും. പിന്നെ അത് വറുത്തെടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ലഡു ബേസിൻ്റെ പൊടിയാണെങ്കിൽ നല്ലൊരു ക്രിസ്പി ആയിട്ടിരിക്കും. മറ്റേ സാധാരണ കടലപ്പൊടിയും വെച്ചിട്ടുണ്ടാക്കാം. അതും വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് കുറച്ചും കൂടിയും ഇഷ്ടമായത് ഈ ലഡു ബേസിൻ്റെ പൊടിയാണത്. അപ്പോൾ ഇത് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഇത് വെച്ചിട്ടുണ്ടാക്കാം. ഇതിലേക്ക് പഞ്ചസാര പാനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കട്ടിയുള്ളൊരു പാൻ വയ്ക്കുക. ഇതിലേക്ക് 3/4 കപ്പ് വെള്ളം ചേർക്കുക. 1.5 കപ്പ് പഞ്ചസാര ചേർക്കുക. നമുക്ക് തീ ഓണാക്കാം. അത് നല്ല മെൽറ്റായിട്ട് ഇത് നല്ലൊരു നൂൽപ്പരുവാവണം. ഈ പഞ്ചസാര പാനി റെഡിയായെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു സ്പൂണിൽ കുറച്ച് പഞ്ചസാര പാനി എടുക്കുക. നല്ല ചൂടുണ്ടാവും. ഇത് പതുക്കെ ഒന്ന് ഊതി കൊടുക്കുക. ഇങ്ങനെ കൈമിങ്ങനെ ഒട്ടിയിട്ട് ഇതിങ്ങനെ നൂല് പോലെ വരണം. ഇത് റെഡി ആയിട്ടുണ്ട്. പാനി ചൂടോടുകൂടി എടുത്തിട്ട് ഇതിലേക്ക് ഒഴിക്കുക. ഞാൻ ഈ പഞ്ചസാര പാനിയിലേക്ക് ഇടാനല്ല ചെയ്യുന്നത്, ഇതിലേക്ക് പഞ്ചസാര പാനി ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് കുറച്ചും കൂടി എളുപ്പം. നല്ല ചൂടോടുകൂടി ഒഴിച്ചു കൊടുക്കുക. ഇത് ഒഴിച്ച വഴിക്ക് തന്നെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഞാനിവിടെ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതുകൂടിയും ചേർക്കാം. ഈ മധുരസേവ ഏറ്റവും വറുത്ത് വെച്ച് കഴിഞ്ഞിട്ട് പഞ്ചസാര പാനി ഉണ്ടാക്കിയാൽ മതി. അപ്പോഴേക്കും ഈ വറുത്ത് വെച്ചേക്കുന്നത് ഒന്ന് നന്നായിട്ട് ചൂടാറിയും വേണം. അപ്പോൾ പഞ്ചസാര പാനി ഉണ്ടാക്കുന്ന സമയം കൊണ്ട് ഇത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ടാവും. നന്നായിട്ട് ചൂടാറി കഴിഞ്ഞിട്ട് വേണം ഇതിലേക്ക് പഞ്ചസാര പാനി ചേർക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ മുകളിൽ പഞ്ചസാരയുടെ ക്രിസ്റ്റൽ പോലെ വരികയും ചെയ്യും. ഇത് നല്ല ക്രിസ്പി ആയിട്ട് വരികയും ചെയ്യും. അതൊക്കെ ഒന്ന് ചൂടാറി തുടങ്ങുമ്പോൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് പഞ്ചസാര പൊടിച്ചതും കൂടി ഒന്ന് ചേർക്കുക. അത് നല്ല ചൂടോടുകൂടി ചേർക്കുകയും ചെയ്യരുത്, നന്നായിട്ട് തണുത്തിട്ടും ചേർക്കരുത്. നന്നായിട്ട് തണുത്തിട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ പിടിക്കില്ല. നല്ല ചൂടോടുകൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ അത് ഇട്ട വഴിക്ക് തന്നെ മെൽറ്റായി പോകും. അപ്പോൾ അത് പതുക്കെ ഒന്ന് ചൂടാറി കഴിഞ്ഞിട്ട് കുറച്ച് പഞ്ചസാര പൊടിച്ചത് ഒന്ന് വിതറി കൊടുക്കുക. ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ ഈ പഞ്ചസാര പൊടിച്ചത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ ഇതും കൂടിയും കുറച്ച് ചേർത്തു. അപ്പോൾ അത് കാണാനും നല്ല ഭംഗിയുണ്ടാവും, കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഈ പഞ്ചസാരപ്പൊടി ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് ഇതൊന്ന് മിക്സ് ചെയ്താൽ മതി. നിങ്ങളെല്ലാം കൂടിയിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇതേപോലെ കുറച്ച് വലിയ പാത്രത്തിലിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോഴേക്കും നമ്മൾ ആ പഞ്ചസാരപ്പൊടിയൊക്കെ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ വിതറി കൊടുക്കുമ്പോൾ എല്ലായിടത്തും കിട്ടുള്ളൂ. മധുരസേവ പഞ്ചസാര പാനിയിലിട്ട് വെച്ചിട്ട് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നന്നായിട്ട് തണുക്കണം. നന്നായിട്ട് തണുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് സ്പൂൺ കൊണ്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചിലപ്പോൾ ഇത് അടിയിലൊക്കെ ഇങ്ങനെ നന്നായിട്ട് പിടിച്ചിരിക്കുന്നുണ്ടാവും. അപ്പോൾ സ്പൂൺ കൊണ്ട് പതുക്കെ പിടിച്ചെടുക്കുക. മധുരസേവ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ടിന്നിൽ അടച്ച് വയ്ക്കാം. ഇത് കുറേ നാൾ വരെ കേടാവാതിരിക്കും. ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണത്.